ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയർ ഡെവിലിൻ്റെ മൂന്നാമത്തെ സീസണിലെ 10ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള എല്ലാ എപ്പിസോഡും കണ്ടവർ മാത്രം ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ വ്യക്തമായ സ്റ്റോറി ലൈൻ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ സീരീസിൻ്റെയും എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് തന്നെ പോകാം. 10ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് കാരൻ പേജിൻ്റെ ഫ്ലാഷ് ബാക്കാണ്. അതായത് കാരൻ പേജ് ആരാണെന്ന് എന്നൊന്നും നമ്മൾക്ക് മുമ്പ് കാണിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ആരായിരുന്നു കാരൻ പേജ് എന്ന് നമ്മൾ കാണുന്നത് 10ാമത്തെ എപ്പിസോഡിലാണ്. 10ാമത്തെ എപ്പിസോഡിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗവും നമ്മുടെ കാരൻ പേജിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് കാരൻ പേജിൻ്റെ ഫ്ലാഷ് ബാക്ക് തന്നെയാണ് പറയുന്നത്. അതായത് കാരൻ പേജ് ആണെങ്കിൽ സാധാരണ ഒരു ഫാമിലിയുമായി ജീവിച്ചു പോവുകയായിരുന്നു. അതായത് ഒരു അച്ഛൻ, അമ്മ, ഒരു സഹോദരൻ ഉണ്ടായിരുന്ന ഫാമിലിയായിരുന്നു കാരൻ പേജിൻ്റേത്. പക്ഷേ കാരൻ പേജിന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് അയാൾ എപ്പോഴും മയക്കുമരുന്ന് മറ്റോ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ കാരൻ പേജും അതിനെ അഡിക്റ്റ് ആയിരുന്നു എന്ന് നമ്മൾക്ക് ഇതിലൂടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു ദിവസം കാരൻ പേജും തൻ്റെ ഫാമിലിയും തെറ്റുകയാണ്. അതായത് ഈ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യത്തിൽ കാരൻ പേജും തൻ്റെ കുടുംബവും തെറ്റുകയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ദേഷ്യം വന്ന കാരൻ പേജിൻ്റെ സഹോദരനാണെങ്കിൽ അവർ പതിവായി താമസിക്കുന്ന RV കത്തിക്കുകയാണ്. അതായത് ഒരു വീടായും വാഹനമായും കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു വാഹനത്തിൻ്റെ പേരാണ് RV. അത്തരത്തിലുള്ള RV ആണെങ്കിൽ, അതായത് പതിവായി അവർ താമസിച്ചിരുന്ന RV ആണെങ്കിൽ തൻ്റെ കാരൻ പേജിൻ്റെ സഹോദരൻ കത്തിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ദേഷ്യം വന്ന കാരൻ പേജിൻ്റെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ആ സഹോദരനെ അടിക്കുകയും അവനെ കൊല്ലാൻ നോക്കുകയുമാണ്. അങ്ങനെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി കാരൻ പേജ് ആണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ടിനെ വെടിവെച്ച് കൊല്ലുകയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അവിടെ വെച്ച് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരൻ പേജ് ആദ്യമായിട്ടൊന്നുമല്ല തോക്ക് ഉപയോഗിച്ച് ഒരാളെ കൊല്ലുന്നത്, ഇതിനു മുമ്പും കൊന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അവിടെ വെച്ച് മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മൾ കാണുന്നത് ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കാരൻ പേജ് ഈ കാര്യമെല്ലാം പള്ളിയിലച്ഛനോട് കുമ്പസാരം എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് മനസ്സിലാവുന്നു ഈ സമയം കാരൻ പേജ് ആണെങ്കിൽ ചർച്ചിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന്. മാത്രമല്ല ചർച്ചിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മൾക്ക് ശേഷം കാണുന്നത് നമ്മുടെ മാറ്റാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയോട് ചോദിക്കുന്നു, എന്താണ് ഇപ്പോൾ വിൽസൺ ഫിസ്കിൻ്റെ പ്ലാൻ എന്ന്. അപ്പോൾ ആ സ്ത്രീ പറയുന്നു അവർ കാരൻ പേജിനെ കൊല്ലാനാണ് പോകുന്നതെന്ന്. ഇത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടതാണ്. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മുടെ വിൽസൺ ഫിസ്കിനെയും പോയിൻ്റെക്സറുമാണ്. ഈ സമയം വിൽസൺ ഫിസ്ക് പോയിൻ്റെക്സറിനോട് പറയുന്നു, എനിക്കൊരു വിശ്വസ്തനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവൻ്റെ പേര് വെസ്ലി എന്നായിരുന്നു. മാത്രമല്ല അവനെ കൊന്നത് നമ്മുടെ കാരൻ പേജാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി നീ കാരൻ പേജിനെ കൊല്ലണമെന്നും പറഞ്ഞ് നമ്മുടെ പോയിൻ്റെക്സറിന് പുതിയ ഡ്യൂട്ടി കൊടുക്കുകയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ ഡ്യൂട്ടിയുടെ അടിസ്ഥാനത്തിൽ പോയിൻ്റെക്സർ ആണെങ്കിൽ നദീമിനെയും കൂട്ടി ആ ചർച്ചിലേക്ക് എത്തുകയാണ്. ഈ സമയം പോയിൻ്റെക്സർ ആണെങ്കിൽ ഡെയർ ഡെവിലിൻ്റെ വേഷത്തിലായിരുന്നു ആ ചർച്ചിലേക്ക് എത്തിയിരുന്നത്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അടിച്ചിട്ട് എവിടെയാണ് കാരൻ പേജ് എന്ന് ചോദിക്കുകയാണ്. ഈ സമയം ബാക്കിയുള്ള ആൾക്കാരെ ഉപദ്രവിക്കുന്നത് കണ്ട് കാരൻ പേജ് ആണെങ്കിൽ പള്ളിയുടെ അകത്തളത്തിൽ നിന്ന് പുറത്തു വന്ന് ഞാൻ ഇവിടെയുണ്ട്, നിങ്ങൾ ആരെയും ഉപദ്രവിക്കരുത് എന്നും പറഞ്ഞ് പുറത്തിറങ്ങുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ പോയിൻ്റെക്സർ ആണെങ്കിൽ കാരൻ പേജിനെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് യഥാർത്ഥ ഡെയർ ഡെവിളായ നമ്മുടെ മാറ്റ് അവിടെ എത്തുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് നീണ്ട ഒരു ഫൈറ്റ് തന്നെയാണ്. അതായത് യഥാർത്ഥ ഡെയർ ഡെവിലും ഫേക്ക് ഡെയർ ഡെവിലും തമ്മിലുള്ള നീണ്ട ഒരു ഫൈറ്റ് തന്നെയാണ് ശേഷം നമ്മൾ കാണുന്നത്. അങ്ങനെ ആ ശക്തമായ ഫൈറ്റിനിടയിലും നമ്മുടെ പോയിൻ്റെക്സർ നോക്കുന്നത് നമ്മുടെ കാരൻ പേജിനെ കൊല്ലാൻ തന്നെയാണ്. അതായത് മാറ്റിനെ അടിച്ചിട്ട് എങ്ങനെയെങ്കിലും കാരൻ പേജിനെ കൊല്ലാനാണ് നമ്മുടെ പോയിൻ്റെക്സർ ശ്രമിക്കുന്നത്. കാരണം അതായിരുന്നു പോയിൻ്റെക്സറിൻ്റെ ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് നമ്മുടെ പോയിൻ്റെക്സർ ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ കാരൻ പേജിനെ കൊല്ലാൻ നോക്കുന്നതിനിടയ്ക്ക് തന്നെ പള്ളിയിലച്ഛൻ ഇടയ്ക്ക് കയറുകയും ആ പള്ളിയിലച്ഛൻ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഇതും കൂടി കണ്ടപ്പോൾ ദേഷ്യം വന്ന മാറ്റാണെങ്കിൽ നമ്മുടെ പോയിൻ്റെക്സറിനെ എടുത്തിട്ട് അലക്കുകയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ സമയമെല്ലാം തന്നെ പോയിൻ്റെക്സർ നല്ലൊരു ഫൈറ്റർ തന്നെ ആയിരുന്നതുകൊണ്ട് തന്നെ മാറ്റിനെയും അടിച്ചിട്ട് കാരൻ പേജിനെ കൊല്ലാൻ നോക്കുകയാണ്. അങ്ങനെ പോയിൻ്റെക്സറും മാറ്റും തമ്മിലുള്ള ഫൈറ്റിനിടയിൽ മാറ്റിനെ നല്ല രീതിയിൽ തന്നെ പരിക്കേൽക്കുകയും പോയിൻ്റെക്സർ ആണെങ്കിൽ മാറ്റിനെ കൊല്ലാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് കുത്താൻ നോക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കാരൻ പേജ് ആണെങ്കിൽ പുറത്തുനിന്നുണ്ടായിരുന്ന ഒരു വടിയെടുത്ത് നമ്മുടെ പോയിൻ്റെക്സറിനെ അടിച്ച് മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് വീഴ്ത്തുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം തന്നെ അവിടേക്ക് ഒരുപാട് ആൾക്കാരും മീഡിയാസും ഒക്കെ എത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മാറ്റും കാരൻ പേജും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മുടെ കാരൻ പേജും മാറ്റും പള്ളിയിലെ ഉൾത്തളത്തിലേക്ക് പോയി ഒളിച്ചു നിൽക്കുകയാണ്. ഈ സമയത്ത് തന്നെ ആൾക്കാർ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പോയിൻ്റെക്സർ ആണെങ്കിൽ വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ ഡെയർ ഡെവിലിൻ്റെ വേഷവും എടുത്ത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? കാരൻ പേജിനെ കൊല്ലാൻ നമ്മുടെ പോയിൻ്റെക്സറിന് സാധിക്കുമോ? അതോ പോയിൻ്റെക്സറിനെ മാറ്റ് വകവരുത്തുമോ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരവുമായി വരുന്ന എപ്പിസോഡുകളായി നമുക്ക് കാണാം. അതിനുവേണ്ടി നിങ്ങൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ സീരീസിൻ്റെയും എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.